ഹലോ, 11ാമത്തെ ദിവസത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? കുറച്ച് ആയുർവേദ റിസർച്ചൊക്കെ നമുക്ക് പറയാമേ. അപ്പോൾ വൈദ്യരത്നവും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നിട്ട് കാർഡിയോളജിയിൽ ഒരു റിസർച്ച് നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ഇതാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. അപ്പം പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസും റിസർച്ച് പേപ്പേഴ്സും ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തതായിട്ടുള്ളത് ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. വലിയ ക്യാമ്പസാണ്. അതിനകത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റി. മഴയായതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ആയുർവേദവും ഈ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതും ആയുർവേദ ഡോക്ടറായ എനിക്ക് ഇത് കാണുന്നത് ഒരു സന്തോഷമായിരിക്കുമല്ലോ. എന്തായാലും ഞങ്ങളുടെ യാത്രയിൽ ഇത് കാണാൻ സാധിച്ചത് ഒരു വലിയ ദൈവാധീനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിപ്പോരുമ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞുപോയി. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിക്കകത്ത് കയറി വരാൻ സാധിച്ചല്ലോ.